എന്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയ അമ്പിയ ഔലിയാക്കളെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് വഹാബികൾ പറയാൻ കാരണം, അമ്പിയ ഔലിയാക്കൾ മരണപ്പെട്ടു പോയാൽ വഹാബികൾക്ക് അത് സാധാരണ മനുഷ്യരെ പോലെ എല്ലാം നുരുമ്പിപ്പോയവരാണ്. ഉളുപ്പില്ലാതെ ബാലുശ്ശേരി എത്ര പ്രാവശ്യമാണ് ഇവിടുന്ന് പറഞ്ഞത്. നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, ഔലിയാക്കളെ വിളിക്കുന്നത് നുരുമ്പിപ്പോയ മണ്ണോട് ചേർന്ന ആളുകളെയാണ്. വഹാബിയക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മൗലവി പറയാണ് എല്ല് നുരുമ്പി ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത്. നുരുമ്പിപ്പോയ എല്ലുകളോട് ആരാധിക്കുന്ന വിഡ്ഢികൾ ഈ ഭൂമുഖത്ത് ഇവരല്ലാതെ വേറൊരു വർഗമുണ്ടോ? ഓ പമ്പര വിഡ്ഢിയായ പുരോഹിത, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുന്നുണ്ട്. അത് നുരുമ്പിപ്പോയ എല്ലുകളെയല്ല, അത് നുരുമ്പിപ്പോയ ജഡങ്ങളെയല്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. ലോകത്ത് ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാത്ത റസൂലുള്ളാഹ്, ലോകത്തൊരിക്കലും അനുയായികളെ വഞ്ചിക്കാത്ത റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞില്ലേ, അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല. മിന്നാ ഖലഖനാകും വഫിയാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണെന്ന് പടച്ച് മണ്ണിലേക്ക് മടക്കി മണ്ണിൽ നിന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന പടച്ചോനെ, അമ്പിയാക്കളെ ശരീരത്തിന് മണ്ണിൽ നിന്ന് സുരക്ഷ കൊടുക്കാൻ കഴിയൂലേ?